ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കേട്ടറ്റ് വെരിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണ്. കേട്ടറ്റ് വെരിഫിക്കേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്, അതുപോലെ തന്നെ കേട്ടറ്റ് വെരിഫിക്കേഷൻ എപ്പോഴാണ്. അപ്പോൾ ഈ 2 മെയിൻ പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം, ഇപ്പോൾ കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നു. ഇനി ഒരു അടുത്ത അതിൻ്റെ ഫർദർ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടറ്റിൻ്റെ വെരിഫിക്കേഷനാണ്. ഓക്കെ, അപ്പം എന്താണ്, നമുക്ക് റിസൾട്ട് വരെ, അതായത് നോട്ടിഫിക്കേഷൻ മുതൽ റിസൾട്ട് വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കേട്ടറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിന് ശേഷമുള്ള ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കൊടുക്കാറില്ല. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ടും നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ റിസൾട്ട് വന്നു, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് കേട്ടറ്റ് വെരിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ എവിടെ വെച്ചാണ്, എപ്പോഴാണ്, ഓക്കെ, ഈ 2 പോയിൻറ്റ്സ് ആണ്. അപ്പം നമുക്ക് എപ്പോൾ എന്ന ക്വസ്റ്റ്യനിലേക്ക് ആദ്യം പോകാം. കേട്ടറ്റ് വെരിഫിക്കേഷൻ എപ്പോഴാണ് നടക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും, ഓക്കെ, അതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ റിസൾട്ട് വന്നതുകൊണ്ട് ഉടൻ തന്നെ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ന്യൂസ് പേപ്പറിലൂടെയും അല്ലെങ്കിൽ നോർമലി ന്യൂസ് പേപ്പറിലൂടെയാണ് നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും പത്രക്കുറിപ്പ് പോലെ എന്തെങ്കിലും നോട്ടീസൊക്കെ ഇറക്കുവാണെങ്കിൽ ആ രീതിയിലൊക്കെയാണ് അറിയാൻ പറ്റുന്നത്, മെയിനായിട്ട് ന്യൂസ് പേപ്പറിലൂടെ. അല്ലെങ്കിൽ നമുക്ക് DE ഓഫീസിൽ വിളിച്ച് അന്വേഷിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്, ഇനിയുള്ള ടൈമിൽ ന്യൂസ് പേപ്പറിൽ സെക്കൻഡ് പേജിലൊക്കെയാണ് സാധാരണ കേട്ടറ്റ് വെരിഫിക്കേഷൻ ആരംഭിച്ചു എന്ന് പറഞ്ഞ് ചെറിയൊരു ന്യൂസായിട്ട് ചെറിയൊരു കോളം കൊടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏകദേശം കേട്ടറ്റ് വെരിഫിക്കേഷൻ ഒരേ സമയത്ത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ചിലപ്പോൾ ഒരു വീക്കിൻ്റെ ഒക്കെ വ്യത്യാസം വരാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് അറിയാനുള്ള മാർഗ്ഗം ന്യൂസ് പേപ്പറാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂസൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അതുവഴി ബാക്കിയുള്ളവർക്ക് കൂടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നോക്കുക അത്. അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും എങ്ങനെ അറിയാമെന്നുള്ളത്. കാരണം സൈറ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം നിങ്ങൾ കേട്ടറ്റ് വെരിഫിക്കേഷൻ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്തു എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ DE ഓഫീസിൽ കോൺടാക്റ്റ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അവിടെ നിന്നും. ഓക്കെ, ഇനി വേറെ ഡൗട്ട് എന്ന് പറയുന്നത്, എവിടെ വെച്ചാണ് കേട്ടറ്റ് വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, കേട്ടറ്റ് വെരിഫിക്കേഷൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ DE ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത്. ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസിൽ വെച്ചാണ് കേട്ടറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. അപ്പോൾ വേറൊരു പോയിൻ്റ് കൂടി ആഡ് ചെയ്യാനുള്ളത്, DE ഓഫീസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതിയത്, നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണോ ആ എക്സാം സെൻറ്റർ ഏത് DEO ഓഫീസിൻ്റെ പരിധിയിലാണോ വരുന്നത് അവിടെയാണ് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് പ്രശ്നം വരുന്നത്, ഇപ്പം നിങ്ങളുടെ വീട് സപ്പോസ് എന്താണ് ഇവിടെ മൂവാറ്റുപുഴ ആണെങ്കിൽ, മൂവാറ്റുപുഴ അടുത്താണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും എക്സാം എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ വെരിഫിക്കേഷനും മൂവാറ്റുപുഴ DE ഓഫീസിലായിരിക്കും, അത് ഓക്കെയാണ്. ഇനി അതർവൈസ് നിങ്ങൾ ഇപ്പോൾ മൂവാറ്റുപുഴയിലുള്ള ഒരാളാണ്, പക്ഷെ നിങ്ങൾ പഠിക്കുന്നത് ഇപ്പം തിരുവനന്തപുരത്താണെന്ന് വെച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ അവിടുത്തെ അഡ്രസ്സ് വെച്ചിട്ട്, അല്ല മീൻസ് അവിടെ ഒരു സെൻറ്ററിൽ നിങ്ങൾ എക്സാം എഴുതി, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷൻ നടക്കുന്നത് ആ തിരുവനന്തപുരത്ത് തന്നെയായിരിക്കും. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഉദ്ദേശിക്കുന്ന ഇതാണ്, നിങ്ങളുടെ പ്ലേസ് അല്ല അവിടെ ഇമ്പോർട്ടൻ്റ്, മറിച്ച് നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതിയത് ആ സെൻറ്ററാണ് ഇമ്പോർട്ടൻ്റ്. ആ സെൻറ്റർ ഏത് DE ഓഫീസിൻ്റെ പരിധിയിൽ വരുമോ അവിടെയാണ് നിങ്ങളുടെ കേട്ടറ്റ് വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം മറ്റ് കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം. അപ്പം നിങ്ങൾ എക്സാം എഴുതിയ സെൻറ്റർ വെച്ചിട്ട് തന്നെ നോക്കുക. ഓക്കെ, അതിൻ്റെ DE ഓഫീസിലായിരിക്കും വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊരു അറിയിപ്പ് കിട്ടുവാണെങ്കിൽ, ഞാൻ അറിയുവാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഒന്ന് ഇടുക. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു അപ്ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ വെരിഫിക്കേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ അടുത്തുള്ള DE ഓഫീസിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഉടൻ തന്നെ നമ്മളുടെ വെരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ 2 പോയിൻറ്റ്സിൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടിക്കാണും. കേട്ടറ്റ് വെരിഫിക്കേഷൻ എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, അതുപോലെ തന്നെ എവിടെയാണ് എന്നുള്ളതും. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.